ഹലോ, അപ്പോൾ ഇതാണ് എൻ്റെ ഭർത്താവ്. ഇത് ജോയിൻ ചെയ്യാൻ പോവാണ്. ഏട്ടൻ്റെ ഓഫീസാണ് ഇത്. ഇത് ഡൽഹി ജണ്ടർവാലയ്ക്ക് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അങ്ങനെ ഒഫീഷ്യലി പുള്ളി ജോയിൻ ചെയ്തു. അങ്ങനെ സൈൻ ഇടുകയാണ്. വളരെ നല്ല ഓഫീസാണ്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. ഇവിടെ രാജാവിനെ പോലെ ഇരുന്ന് കറങ്ങുകയാണ്. ഇവിടെ രാജാവിൻ്റെ ഒരു പ്രൗഢിയോടെയൊക്കെ ഇരുന്നാണ് ആൾ വലിയ ഓഫീസൊക്കെ വാച്ച് ചെയ്യുന്നത്. പിന്നെ അച്ഛനും മോളും കൂടി ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറലിൻ്റെ ഡൽഹി സർക്കിൾ ഓഫീസ്, മേഘ്ദൂത് ഭവൻ. പിന്നെ ഭക്ഷണം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അയ്യോ, അവിടെയുള്ള കടകളൊന്നും പറയണ്ട. ഒരുവിധം കണ്ടതിൽ നല്ലൊരു കടയിൽ കയറിയിട്ടുണ്ട്. അതൊരു മാളാണ് ആക്ച്വലി. അതിൻ്റെ ഇൻസൈഡ് ഒരു ബാക്ക് സൈഡ് പോലെ എന്തോ ഒരു സംഭവം കിട്ടി, അതിനെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതാ ബർഗറാണ് കഴിച്ചത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. ചായ, മസാല ചായയാണ് അവിടെ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ചായ ഇവിടെ കാണാൻ പോലും ഇല്ല. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേരള ഹൗസിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. എന്ത് രസമായിരുന്നു അറിയാമോ, ഭയങ്കര ജീവനായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായി. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഫുഡ് കറക്റ്റ് ആവാത്തത് കൊണ്ട് ഉച്ചയായപ്പോഴത്തേക്കും ഗ്യാസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ കഴിക്കാത്തൊരു പാടുപെട്ടു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പോവുകയാണ്. ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ മെട്രോയിൽ കയറി ഞങ്ങൾ ദ്വാരകയിൽ പോയി. ദ്വാരക എന്ന് പറയുമ്പോൾ ഗുജറാത്തിൻ്റെ ബോർഡറാണ് കേട്ടോ, ഒന്നും പറയണ്ട. അവിടെ ചെന്നപ്പം എന്താ പറയുക, നല്ല പശുവിൻ്റെ മണവും എന്താ പറയുക, ഇങ്ങനെ പറയില്ലേ, അതുപോലെ മൂത്രമൊക്കത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട്. അവിടെയാണെങ്കിൽ പശുക്കൾ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കാമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഗുജറാത്താന്ന് മനസ്സിലായപ്പോഴത്തേക്കും പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ വീണ്ടും മെട്രോയിലേക്ക് കയറി നമ്മുടെ വീടിന് നിയർ ബൈ പോയി. വീടെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ റൂം ജസ്റ്റ് എന്താ പറയുക, താൽക്കാലിക സ്റ്റേ ആണ് അവിടെ. അങ്ങനെ മെട്രോ യാത്രയൊക്കെ വളരെ നന്നായിരുന്നു. മെട്രോയിൽ കയറുമ്പോഴാണ് ഇവിടുത്തെ ഹീറ്റ് അറിയാത്തത്, അത്രയ്ക്ക് സുഖമായിട്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ദ്വാരകയിൽ പോയ സീന്. അയ്യോ, ഇറ്റ്സ് എ ഫണ്ണി എക്സ്പീരിയൻസ് ടുഡേ. അങ്ങനെ കടന്നുപോയ 2 ദിവസങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വീടോടാ. ഹലോ, നമുക്കിവിടുന്ന് പനിയാണ്. എൻ്റെ